വിദേശ രാജ്യത്ത് പോയി ഇന്ത്യയെ ചൊറിഞ്ഞാൽ നല്ല 8ന്റെ പണി കിട്ടും എന്നതാണ് ഇപ്പോൾ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരുടെ ചില എന്താ പറയുക നിർദ്ദേശങ്ങൾ റദ്ദാക്കിയതിൻ്റെയും ചില കാർഡുകൾ റദ്ദാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. അതായത് കാനഡയിൽ ഇരുന്നു കൊണ്ട് നിരന്തരം ഇന്ത്യയെ ഇകഴ്ത്തി കാണിച്ച്, ഇന്ത്യൻ സർക്കാരിനെ ഇകഴ്ത്തി കാണിച്ച്, ഇന്ത്യക്കെതിരെ കോൺഗ്രസിനെയും CPM-നെയും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഇങ്ങനെ പൊക്കി അങ്ങ് അറ്റം വരെ മുകളിൽ, അങ്ങ് പർവ്വതത്തിന്റെ മുകളിൽ വരെ കൊണ്ടുവച്ചിട്ട് ഇന്ത്യ സർക്കാരിനെയും ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെയും ഒക്കെ ഉയർത്തി കാണിക്കുന്ന ചില അമ്മായിമാരുണ്ട്. ആ അമ്മായിമാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. അമ്മായിമാരെ, ഇനി ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ അങ്ങ് സുഖിച്ച് വാഴാം എന്ന് വിചാരിക്കേണ്ട. ഇനി എവിടെയാണോ ഇരിക്കുന്നത് ജീവിതകാലം മുഴുവൻ അവിടെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒന്ന് ചൊറിയുമ്പോൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയൊക്കെ ഒന്ന് ചൊറിയുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ചൊറിഞ്ഞു, അല്ലെങ്കിൽ നല്ല മാന്ത് കിട്ടും എന്നുള്ളത് ഈ വാർത്തയിലൂടെ ഉറപ്പാണ്. ഒന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. സൂക്ഷിച്ചാൽ അമ്മായിക്ക് തന്നെയാണ് നല്ലത്. ഇന്ത്യക്കെതിരെ വിദേശത്തിരുന്ന് സംസാരിക്കുന്ന ഇന്ത്യൻ പൗരത്വവും പാസ്പോർട്ടും ഉള്ളവരുടെ മാത്രമല്ല ഇന്ത്യൻ വംശജരുടെ വേരുകളും കേന്ദ്ര സർക്കാർ അറുത്തുമാറ്റുന്നു. ബ്രിട്ടീഷ് പൗരത്വമെടുത്ത കശ്മീരി പ്രൊഫസറായ നിതാഷ കൗൾ എന്ന ആളുടെ OCI കാർഡ് ഇന്ത്യൻ സർക്കാർ റദ്ദു ചെയ്തു. നിതാഷ കൗൾ ഇന്ത്യക്കാരിയാണ്, എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ച ആളാണ്. ഇനി അവർക്ക് ഇന്ത്യയിലെ ഉറ്റവരെ കാണാനും സ്വന്തം വീട്ടിലേക്ക് വരാനും കഴിയില്ല. മാത്രമല്ല ഇന്ത്യയിലെ ഇവരുടെ വസ്തുക്കളും വീടുകളുമെല്ലാം അനാഥമാകും. പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസമാക്കിയ ഇന്ത്യൻ വംശജർക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നടപടി ഇതാദ്യമാണ്. അതിനാൽ തന്നെ കോടിക്കണക്കിന് വരുന്ന ഗൾഫ് ഇതര രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും മലയാളികളും ജാഗ്രത പാലിക്കുക. ഇതിലേക്ക് വരുവാനുള്ള അനുമതിയായ നിങ്ങളുടെ OCI കാർഡിനെ കേന്ദ്ര സർക്കാർ നിലമറന്ന് പെരുമാറിയാൽ പൂട്ടിടും എന്നുറപ്പ്. ചില പ്രത്യേക കാരണങ്ങളാൽ ഏതൊരു വ്യക്തിയുടെയും OCI രജിസ്ട്രേഷൻ ഇന്ത്യൻ സർക്കാരിന് റദ്ദാക്കാൻ കഴിയുമെന്ന് ഓർമ്മിച്ചാൽ നല്ലത്. ഈ OCI കാർഡ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല, നമ്മുടെ പൗരത്വം അവിടെയാണ് എങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല. ആ കാർഡ് ഇന്ത്യൻ സർക്കാരിന് റദ്ദാക്കാൻ കഴിയും. OCI കാർഡ് എന്ന് പറയുന്ന കാർഡ് ഇന്ത്യൻ സർക്കാരിന് റദ്ദാക്കാൻ കഴിയും. ഇത് ഇന്ത്യയിലേക്ക് വരാനോ ഉറ്റവരെ കാണാനോ അവരുടെ വീട്ടിലേക്ക് വരാൻ, അതായത് ഇന്ത്യയിൽ കാല് കുത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. എന്നിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ, പിന്നെ എന്താ പറയുക UK, മറ്റ് രാജ്യങ്ങൾ, ജർമ്മനി, അവിടെയൊക്കെ പോയി ചെന്നിരുന്നിട്ട് ഇന്ത്യ അതുവരെ ഇപ്പോൾ ഒരു 10, 20, 22, 23 വയസ്സ് വരെ ഇന്ത്യയിലായിരിക്കും ജീവിച്ചത്. പഠിച്ചത് ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടായിരിക്കും ജീവിച്ചത്. ഇന്ത്യൻ പൗരത്വം ഉള്ളതായിരിക്കും. ഇന്ത്യക്കാരി എന്ന അഭിമാനത്തോടെ പറഞ്ഞ ആളുകളായിരിക്കും. പക്ഷേ ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ചില ആളുകളെ പുകഴ്ത്തിയാൽ, ചില മതവിഭാഗത്തെയൊക്കെ പുകഴ്ത്തിയാൽ അവരോടൊപ്പം നിന്നാൽ കുറേ വ്യൂസ് കിട്ടും. ആ വ്യൂസ് പണമായിട്ടാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് കഴിയുമ്പോൾ എന്നാൽ പിന്നെ 4 തള്ളയ്ക്കൂടെ മോദിയെ അങ്ങ് വിളിക്കാം, 4 തള്ളയ്ക്കൂടെ ഇന്ത്യയെ അങ്ങ് വിളിക്കാം. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് മറ്റ് ഇന്ത്യക്ക് വിരുദ്ധമായുള്ള കാര്യങ്ങൾ പറയാം, ഇന്ത്യൻ സർക്കാരിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയാം, ഇന്ത്യയെ എല്ലാ രാജ്യങ്ങൾക്ക് മുന്നിൽ ഒന്ന് നാണം കെടുത്ത കുറെ തെളിവുകളായിട്ടൊക്കെ വരും. ആഭ്യന്തരമന്ത്രിയൊക്കെ പറയുന്നത് കേട്ടാൽ സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്നവരുടെയൊക്കെ ഇത്തരം OCI പോലുള്ള കാർഡുകൾ റദ്ദാക്കി ഈ പറയുന്നവളുമാരൊക്കെ ഈ പറയുന്ന രാജ്യത്ത് തന്നെ ഇരുന്ന് അവിടുത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നങ്ങ് വിചാരിക്കാതെ എന്തിനാണ് ഇവരുടെയൊക്കെ ഈ കാർഡുകൾ ഇപ്പോഴും ഇന്ത്യൻ സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മുടെ ആഭ്യന്തരമന്ത്രി നമുക്ക് വിമർശിക്കാം, അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് വിമർശിക്കാം, അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ സൈന്യത്തെ നമുക്ക് വിമർശിക്കാം, അതിനൊരു പരിധിയുണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പലരും ഈ ലിമിറ്റേഷൻ മറികടന്നാണ് ഇന്ത്യൻ സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഇന്ത്യൻ സർക്കാർ ചെയ്തത് തെറ്റാണ്, ഇന്ത്യൻ സർക്കാർ പറയുന്നത് ശരിയല്ല, വഖഫ് നിയമത്തിൽ വരെ ചില ആളുകളെ സുഖിപ്പിക്കാനായി ഇരുന്നു കൊണ്ട് അവർക്ക് അനുകൂലമായി പറയുന്ന കാര്യങ്ങൾ
മോദിയെ ചായക്കടക്കാരൻ എന്ന് വിളിച്ചുകൊണ്ട് വളരെ മോശമായി അധിക്ഷേപിക്കുന്ന രീതികളൊക്കെ പലപ്പോഴും മോദി വിരുദ്ധർ വരെ ഇവർക്കെതിരെയൊക്കെ ഈ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് വരുന്നുണ്ട്. പലരും ഈ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഒരു അമ്മായി ഇന്ത്യയിലെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ സന്ദർശനമൊക്കെ നടത്തിക്കൊണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് അവരുടെ വീട്, ഇവിടെ അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയൊക്കെ കാണാനായിട്ട് വരും. അപ്പോഴൊക്കെ കേരളവും ഇന്ത്യയും ഒക്കെ നല്ലതാണ്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ത്യ, നരേന്ദ്രമോദി, ഇന്ത്യൻ സർക്കാർ ഒക്കെ അവർക്ക് മോശമാണ് എന്നുള്ളത്. ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിരിക്കും, വിദേശ രാജ്യങ്ങളിൽ അവരെടുക്കുന്ന നിലപാടുകൾ, അവരെടുക്കുന്ന ചില തീരുമാനങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇന്ത്യക്കാരെ, ഇന്ത്യൻ സർക്കാരിനെ തെറിവിളിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവരെ തെറിവിളിച്ചാൽ 8ന്റെ പണി കിട്ടും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവര് പറയുകയാണ്, നാളെ മുതൽ ഞങ്ങളുടെ പൗരന്മാർ മാത്രം മതി, ബാക്കിയുള്ളവരുടെ പൗരത്വം എല്ലാം ഞങ്ങൾ റദ്ദാക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിലേക്കോ തിരിച്ചു പോകൂ എന്ന് പറയുമ്പോൾ ഈ OCI കാർഡുകളൊക്കെ റദ്ദാക്കി കഴിഞ്ഞവർ അനാഥരെ പോലെ തെണ്ടേണ്ട അവസ്ഥ വരും. അന്ന് കൈകാലിട്ടടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇപ്പോൾ രാജ്യവിരുദ്ധമായ എന്ത് കാര്യം പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങളെ ഒന്നും കേൾക്കാൻ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി 24 മണിക്കൂറും അദ്ദേഹത്തിന് തികയുന്നില്ലെന്നാണ് പറയുന്നത് ജോലി ചെയ്ത്. കാരണം അതിലും കൂടുതൽ പണി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിച്ച്, ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ പാകിസ്ഥാനെ പുകഴ്ത്തി പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ, തെഹൽക്കയിലൊക്കെ വലിയ പോസ്റ്റിലിരുന്ന ഒരു പല അഴിമതി കേസുകളും പുറത്തു കൊണ്ടുവന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് 8 ദിവസം കൊണ്ട് ഇന്ത്യക്ക് പൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പരാതി പ്രവാഹങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ അത് കൃത്യമായി പരിശോധിക്കും, അതിനുശേഷം വേണ്ട നടപടി ഇന്ത്യ സ്വീകരിക്കും എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ജോലിക്കായിട്ട് നമുക്ക് പല രാജ്യങ്ങളിലും പോകാം. കാരണം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നമ്മുടെ ജീവിത രീതി മെച്ചപ്പെടുത്താനും നമുക്ക് സാമ്പത്തികമായൊക്കെ ഉയരാനും നമുക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തും പോകാം, പല ഭാഗത്തും പോയി നമുക്ക് ജോലി ചെയ്യാം, വിദേശ രാജ്യങ്ങളിൽ പോകാം. പക്ഷേ എവിടെ പോയാലും നമ്മളൊക്കെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, ഞാനൊരു ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻസ് ആണ് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു വില എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഒരു വാക്ക് കേൾക്കാൻ, ഇന്ത്യയുടെ ഒരു അനുമതിക്കായി കാത്തു നിൽക്കുന്ന എത്രയോ ലോകരാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന എത്രയോ ലോകരാജ്യങ്ങളുണ്ട്. ഇപ്പോൾ 18 രാജ്യങ്ങളാണ് ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ സാമ്പത്തികമായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന, ഓരോ ഘട്ടത്തിലും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില മുതലെടുപ്പുകൾക്ക് വേണ്ടി ഇന്ത്യയെ താറടിച്ച് കാണിക്കാനും ഇന്ത്യയെ എഴുത്തി കാണിക്കാനും ചിലർ കളിക്കുന്ന 4 കാശിന് വേണ്ടി, ഈ 30 വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് യേശുവിനെ ഒറ്റി എന്ന് പറയുന്നത് പോലെ ചില നക്കാപ്പിച്ച പണത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ ചെന്നിരുന്ന 4 വ്യൂസിന് വേണ്ടിയിട്ട്, അതിലൂടെ കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയെ നാണം കെടുത്തുന്ന, ഇന്ത്യൻ സർക്കാരിനെ നാണം കെടുത്തുന്ന ചില ചെറ്റകളെ, അങ്ങനെ തന്നെ പറയണം, ചില ചെറ്റകളെ 4 വെള്ളിക്കാശിന് വേണ്ടി, 4 നക്കാപ്പിച്ച പണത്തിന് വേണ്ടി ഇന്ത്യയെ എഴുത്തുന്ന ചില ആളുകൾക്ക് ഇത്തരം മറുപടികൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ തന്നെ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇവരൊക്കെ ഭയക്കണം. മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ആരും അവരുടെ രാജ്യത്തെക്കുറിച്ച് മോശമായി പറയാറില്ല. രാജ്യസ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്നുള്ളത്. അതില്ലാത്തതിനെയൊക്കെ തീർച്ചയായിട്ടും 8ന്റെ പണി അതില്ലാത്തതിനൊക്കെ കൊടുക്കണം എന്ന് തന്നെയാണ്. എന്തായാലും നിതാഷ കൗളിന്റെ ഈ OCI കാർഡ് റദ്ദാക്കിയതിലൂടെ പലർക്കുമുള്ള മുന്നറിയിപ്പാണെന്നൊന്ന് ഓർത്താൽ നല്ലത്. കാനഡ അമ്മായിയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലത്.